പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, റാങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായാണ്. അതായത് സെൽഫ് ഫിനാൻസിങ് ഓൾ റിസർവേഷൻ റാങ്കിന് കിട്ടുന്ന റാങ്കും ആ കോളേജ് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പാരിസൺ ആണ് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് പിന്നെ സിമെറ്റ് സിപാസ് കോളേജിൻ്റെ ഒരു കമ്പാരിസൺ. പിന്നെ അതിനുശേഷം കുറഞ്ഞ റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് കോളേജ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, അതായത് 30-ാം തീയതി വരെ. പിന്നെ അതിന് ശേഷം അവസരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ഇനി പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് PNC മാക്കിൻ്റെയും MCSF and CQയുടെ ഡീറ്റെയിൽസ് വേണം പറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വഴി ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആ കമ്പാരിസൺസിലേക്ക് നോക്കാം. ഗവൺമെൻറ് കോളേജ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഫീസ് കുറവായിരിക്കും. പിന്നെ നല്ല ക്ലിനിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. സർക്കാർ ആശുപത്രിയിലാണ് പരിശീലനം വരിക. കോട്ട ബേസ് അഡ്മിഷനുണ്ട്, റിസർവേഷനുണ്ട്, ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നമുക്ക് ഇനി അടുത്ത് സെൽഫ് ഫിനാൻസിങ് നോക്കാം. സെൽഫ് ഫിനാൻസ് വ്യത്യാസം എന്നത് സ്വകാര്യ സ്ഥാപനങ്ങളായിരിക്കും അതിൻ്റെ ഉടമസ്ഥ വരയ്ക്കുന്നത്. പിന്നെ സർക്കാർ മേൽനോട്ടത്തിലുള്ളതാണ്. ഫീസ് 1,00,000 വരാറുണ്ട്. ഗുണനിലവാരം ശരാശരി മുതൽ നല്ലത് വരെ ഉണ്ട്, അതായത് കോളേജ് അനുസരിച്ചിരിക്കും. പിന്നെ കോട്ട ഗവൺമെൻറ് കോട്ടയാണ്, റിസർവേഷനും ഉണ്ടാകാറുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളും ഉണ്ട്. ഓക്കെ, പിന്നെ സിമെറ്റ് കോളേജ് എന്ന് പറയുന്നത് സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, അതായത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. സിമെറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയാണ്. സർക്കാർ സ്ഥാപനമായിട്ടാണ്, പക്ഷേ സ്വയംഭരണ രീതിയിലാണ്. ഓക്കെ, സെൽഫ് ഫിനാൻസിൽ നിന്നും ഫീസ് അല്പം കുറയാറുണ്ട്. പിന്നെ ഗുണനിലവാരം എന്ന് പറയുന്നത് സർക്കാർ മെറിറ്റ് സീറ്റുകളുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു പാരൻ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരും, അവിടെയാണ് നിങ്ങളുടെ പരിശീലനമൊക്കെ ഉണ്ടാകുക. അടുത്താണ് സി പാസ് കോളനുസൃതമായ വ്യത്യാസം ഉണ്ടാകും, ഞാൻ സെൽഫ് ഫിനാൻസിൽ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് കോട്ടയും ഉണ്ട്, ഗവൺമെൻറ് കോട്ടയും ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ റിസർവേഷൻ ബേസ്ഡ് ഏതൊക്കെ റാങ്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കി പോവാം. ഓക്കെ, ഇത് 2023 റാങ്ക് ബേസ്ഡ് ഒരു കമ്പാരിസൺ മാത്രമാണ്. എന്താണ് 2003 പറയാൻ കാരണം ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കഴിഞ്ഞ വീഡിയോ കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഇഴവ കാറ്റഗറിക്ക് വരുന്നത് 270.83 അതിൻ്റെ SM റാങ്ക് 16,505 കാറ്റഗറി റാങ്ക് 2,861. സിമെറ്റ് കോളേജ് കാസർഗോഡാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ മുസ്ലിം റാങ്ക് വരുന്നത് 270.84 SM റാങ്ക് 16,315 കാറ്റഗറി റാങ്ക് 4,789. ഇവിടെയും സിമെറ്റ് കോളേജിലാണ് ലഭിച്ചിരിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് EWH റിസർവേഷൻ വരുന്നില്ല. പിന്നെ OBH ആണ്, OBHന് 265 ഇൻഡെക്സ് വന്നിരിക്കുന്നത്. SM റാങ്ക് 19,775 കാറ്റഗറി റാങ്ക് 805. കോളേജ് വരുന്നത് കാഞ്ഞിരപ്പള്ളി നഴ്സിംഗ് കോളേജാണ്. പിന്നെ അടുത്തതാണ് OBS 270 ഇൻഡെക്സ് വരുന്നത്. SM റാങ്ക് 17,014 കാറ്റഗറി റാങ്ക് 191. കോളേജ് തളിപ്പറമ്പ് നഴ്സിംഗ് കോളേജാണ്. അടുത്ത് വരുന്നതാണ് നമ്മുടെ LCയിൽ 265.83 SM റാങ്ക് 19,581 കാറ്റഗറി റാങ്ക് 560. സിമെറ്റ് കോളേജ് നർമ്മടം കോളേജാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് DV ആണ്, ഇൻഡെക്സ് 550.84 SM റാങ്ക് 27,199 കാറ്റഗറി റാങ്ക് വരുന്നത് 248. കോളേജ് വരുന്നത് അൽമാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് മലപ്പുറമാണ്. പിന്നെ അടുത്താണ് VK, ഇൻഡെക്സ് മാർക്ക് 265.83 SM റാങ്ക് വരുന്നത് 19,313 കാറ്റഗറി റാങ്ക് 568. കോളേജ് വരുന്നത് ഞാനങ്ങാട് കോളേജാണ്. പിന്നെ അടുത്താണ് KA, ഇൻഡെക്സ് മാർക്ക് 240 SM റാങ്ക് 32,855 കാറ്റഗറി റാങ്ക് 129. താനൂർ സിമെറ്റ് കോളേജാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്താണ് KV ഇൻഡെക്സ് മാർക്ക് വരുന്നത് 232. അതിൻ്റെ SM വരുന്നത് 36,440. പിന്നെ കാറ്റഗറി റാങ്ക് വരുന്നത് 91. സിമെറ്റ് നർമ്മടം കോളേജാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് തന്നെയാണ് SC ആണ്, ഇൻഡെക്സ് മാർക്ക് 550 SM റാങ്ക് 27,731 കാറ്റഗറി റാങ്ക് 1,064. ഇവിടെ സിമെറ്റ് കാസർഗോഡ് കോളേജാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ST ആണ്, ഇൻഡെക്സ് മാർക്ക് 176.66 SM റാങ്ക് 53,489 കാറ്റഗറി റാങ്ക് 378. നിറയെ വിദ്യാർത്ഥികൾ താഴെ കമൻറ്റ് വഴി ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കമ്പാരിസൺ ചാൻസ് നോക്കാൻ മാത്രമാണ് ഈ ഒരു റാങ്ക്.
2023 ഒരു ലാസ്റ്റ് ഇൻഡെക്സ് ലിസ്റ്റാണ്. എന്തെന്നാൽ ഈ ഒരു വർഷം 300 വിദ്യാർത്ഥികൾ 700 വന്നിരിക്കുന്നത്. അതായത് 700 അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാകുമ്പോൾ അത് 300 ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ഒരു 1000 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതാണ് 2023 നോക്കുന്നത്. അതായത് സാമ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് കോളേജുകൾ നോക്കാം. പിന്നെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് റാങ്ക് കൊടുക്കേണ്ട ഓർഡറൊക്കെ ഒന്ന് പറയാവുന്നതാണ്. എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് കോളേജുകൾ നോക്കാം. നെയ്യാറ്റിൻകര കോളേജ് ഓഫ് നെടുമങ്ങനാട്, INMS കോളേജ് ഓഫ് നെയ്യാറ്റിൻകര, പിന്നെ വരുന്നത് നിർമ്മല കോളേജ് ഓഫ് കോഴിക്കോട്, ശ്രീ സുരേന്ദ്ര കോളേജ് ഓഫ് എറണാകുളം, തിരുവല്ല കോളേജ് ഓഫ് മെഡിക്കൽ മിഷൻ, പിന്നെ വരുന്നതാണ് വിജയ കോളേജ് ഓഫ് കൊട്ടാരക്കര കൊല്ലം, മർത്തദേശ കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ. ബാക്കി വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്ത് ചോദിക്കുകയാണെങ്കിലും പറയുന്നതായിരിക്കും. പിന്നെ വിദ്യാർത്ഥികളെ നമ്മൾ 1K അടിക്കാൻ പോവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.